യോ ഗായ്സ്, ഇന്ന് ഞാൻ ബ്ലൂ ലോക്കിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അണ്ടർ-20 മാച്ച് അനൗൺസ് ചെയ്ത ശേഷം അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് എപ്പിസോഡ് 6-ൽ കൂടുതലായും കാണിക്കുന്നത്. തുടക്കത്തിൽ തന്നെ അണ്ടർ-20 പ്ലെയറായ ഒലിവർ ഐക്യു അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്ന സായി ഇത്തോഷിയോട് സംസാരിക്കുന്നു. അവരുടെ സ്റ്റാർ പ്ലെയറും ഷിദോയും തമ്മിൽ വീണ്ടും ഒരു ഫൈറ്റ് നടന്നു. അതുകൊണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് കളിക്കുക എന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്തോഷി അത് സാരമില്ല, ആ വേസ്റ്റായ സ്റ്റാർ പ്ലെയറിനെ അങ്ങ് പുറത്താക്കിയേക്ക് എന്ന് കണ്ണുമടിച്ച് അയാൾ അങ്ങ് പറയുന്നു. എന്നാൽ ഒലിവറിന്റെ ടീമിനെ സംബന്ധിച്ച് അയാൾ അവർക്കൊരു സ്റ്റാർ പ്ലെയർ തന്നെയാണ്. കൂടാതെ ഷിദോ അവരുടെ ഒപ്പമുണ്ടെങ്കിൽ ബാക്കി പ്ലേയേഴ്സ് ആരും കളിക്കില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ അവനെ കൂടാതെ ഈ മാച്ച് കളിക്കുക എന്ന വഴിയേ നമുക്കുള്ളൂ എന്ന് ഒലിവർ പറയുന്നു. ഇത് കേട്ട് ഡൗട്ട് തോന്നിയ സായി യൂണിയന്റെ പ്ലാനാണോ ഇതെന്ന് അയാളോട് ചോദിക്കുന്നു. എന്നാൽ ഐക്യു തീർച്ചയായുമല്ല, മറിച്ച് ഒരു 99% ഈ മാച്ചിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന എൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള ആഗ്രഹവും ബാക്കി 1% ഒരു ക്യാപ്റ്റൻ എന്നുള്ള എൻ്റെ ഉത്തരവാദിത്ത ബോധവുമാണ്. ഇത് കേട്ട സായി അത് സമ്മതിച്ച ശേഷം അവിടെ നിന്ന് പോകുന്നു. പക്ഷെ പോകുന്ന വഴിയെ അയാളോട് സായി ഓർമ്മിപ്പിക്കുന്നു, ഇവിടെ ഞാനാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത്, നിങ്ങൾ എന്നെയല്ല. നിങ്ങൾക്ക് എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടം വിട്ടുപോകും. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അയക്കൂ ശരി ശരി ലിറ്റിൽ ജീനിയസ് എന്ന് പറഞ്ഞ് മാച്ച് തുടങ്ങുന്നതിൻ്റെ കൗണ്ട് ഡൗണും കാണിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും മാച്ചിനായി തയ്യാറെടുക്കുന്നത് കാണിക്കുന്നു. ഓരോരോ പ്ലേയേഴ്സും അവരുടേതായ രീതിയിൽ കാൽക്കുലേഷൻസും ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ സിറ്റിയിലും അവരുടെ മാച്ചിൻ്റെ പോസ്റ്റർ കണ്ട് എല്ലാവരും ഞെട്ടുന്നു. അപ്പോൾ അണ്ടർ-20 ക്യാപ്റ്റൻ അതിൽ ജോഗിങ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളും ഫോണിൽ ബ്ലൂ ലോക്കിനെ പറ്റിയുള്ള ന്യൂസ് എല്ലാം വായിക്കുന്നു. ഒപ്പം അയാളുടെ കുട്ടിക്കാലവും ഓർക്കുന്നു. പല കോച്ചുമാരുടെയും നിർബന്ധം മൂലം തന്നെ ഇഷ്ടം മാറ്റിവെച്ച് ഫുട്ബോൾ കളിക്കേണ്ടി വന്ന പ്ലെയറാണ് ഒലിവർ ഐക്യു. ശേഷം അവിടുന്ന് കട്ട് ചെയ്ത് അവരുടെ സ്റ്റേഡിയത്തിലെ പണികളൊക്കെ നടക്കുന്നത് കാണിക്കുന്നു. ഒപ്പം മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന റിൻ കുഞ്ഞിൽ അവൻ്റെ ചേട്ടൻ്റെ ഒപ്പം ഫുട്ബോൾ കളിക്കാൻ പോയതും ഇപ്പോൾ തന്നെ ചേട്ടനെ തന്നെ തോൽപ്പിക്കാനായി അവൻ തയ്യാറാവുന്നതും കാണിക്കുന്നു. അങ്ങനെ ഇത്തോഷി സായും ബാക്കി പ്ലേയേഴ്സും എല്ലാം ബ്ലൂ ലോക്കിലേക്ക് വരുന്നു. കൂടാതെ ആ മാച്ച് കാണാനായി ഒരുപാട് കാണികളും അവിടേക്ക് ഒത്തുകൂടുന്നു. ജപ്പാൻ ടീം എന്നതിലുപരി സായി ഇത്തോഷിയെ കാണാനാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഇസഗിയുടെ പേരൻസും അവരുടെ കളി കാണാനായി സ്റ്റേഡിയത്തിലെത്തുന്നു. പക്ഷെ അവരുടെ ചുറ്റുമുള്ള എല്ലാവരും അണ്ടർ-20 ടീമിനെയും സായിയെയും പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്യുന്നതിനായി ജപ്പാന്റെ ഡയമണ്ട് ജനറേഷനായ അണ്ടർ-20 ലൈനപ്പ് കാണിക്കുന്നു. അപ്പോഴേക്കും ഇസഗിയും ബാക്കിയുള്ളവരും അവരുടെ ജേഴ്സി എല്ലാം ഇട്ട് റെഡിയാവുന്നു. അപ്പോൾ ചിഗിരി നമ്മൾ ശരിക്കും ഇവിടം വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നാഗി ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴേക്കും ഇഗോ വന്ന് അവരുടെ ബെഞ്ചിലിരിക്കേണ്ട പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് കാണിക്കുന്നു. റിയോയും ബാറയും ഹിയോരിയും എല്ലാം ആ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നന്നായി യൂസ് ചെയ്യാൻ പറ്റിയത് 3 സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഇഗോ പറയുന്നു. അപ്പോഴേക്കും മിഗരാശി അവൻ്റെ പേരും ആ ലിസ്റ്റിൽ കണ്ട് ഞെട്ടി നിന്ന് പോകുന്നു. ശേഷം അവരുടെ എതിർ ടീമിൻ്റെ ലൈനപ്പും കാണിക്കുന്നു. പക്ഷേ അതിൽ ഷിദോയെ കാണാതെ അവരെല്ലാം അത്ഭുതപ്പെടുന്നു. അപ്പോൾ ഹിയോരിയും അയാൾ ചിലപ്പോൾ അവർക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടാകുമെന്ന് പറയുന്നു. ഇഗോയും അതിനോട് യോജിക്കുന്നു. പക്ഷേ ആ കാര്യം വിട്ടിട്ട് കളിയിൽ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നവരോട് ഇഗോ പറയുന്നു. അങ്ങനെ അവസാനമായി ഡയമണ്ട് സോൺസറാഫ്, ഈ ലോകം ഇതുവരെയും നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ മാച്ച് അതിന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു പെർഫെക്റ്റ് സ്റ്റേജാണ്. അടുത്ത 90 മിനിറ്റിന് നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഈഗോയെ യൂസ് ചെയ്തുകൊണ്ട് ബ്ലൂ ലോക്ക് ഈ മാച്ച് ജയിക്കാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും മാച്ചിനെ ആവേശത്തോടെ തയ്യാറാവുന്നു. അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനായി ലൈൻ നിൽക്കുന്നു. അവിടെ വെച്ച് അവർ അണ്ടർ-20 ടീമിനെ കാണുന്നു. ഇസഗിയും ബാച്ചറിയും അവരെ കണ്ട് ഞെട്ടിയെങ്കിലും ക്യാപ്റ്റനായ റീൻ അതൊന്നും മൈൻഡാക്കാതെ തൻ്റെ സ്ഥായി ഭാവം വെച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകുന്നു. അവിടെ വെച്ച് തന്നെ സായിയെയും അവൻ കാണുന്നു. എന്നാൽ തൻ്റെ അനിയനെ കണ്ടതിൻ്റെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അയാളും അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ ഇസഗി അടക്കം ബാക്കി എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അതേസമയം താൻ ആദ്യമായാണ് ഗോളിയായി നിൽക്കുന്നത് എന്ന് ഗഗമാറു പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുന്നു എതിർ ടീമിലെ ഗോളി. അപ്പോഴേക്കും ഒലിവർ ഐക്യു ഇസഗിയോട് അവരുടെ ഫോർമർ പ്ലെയറായ ഷിദോ ഈ മാച്ച് കളിക്കില്ലെന്നും പക്ഷെ നിങ്ങളെ ഗോൾ അടിക്കുന്നതിൽ നിന്നും ഞങ്ങൾ തടയുമെന്നും പറഞ്ഞ് ഒരു ഹെൽത്തിയായ റൈവൽറി ഇസഗിയുടെയും ഐക്യുവിൻ്റെയും ഉള്ളിലുണ്ടാവുന്നു. അങ്ങനെ ഡോർ ഓപ്പണായി എല്ലാവരും ഗ്രൗണ്ടിലേക്ക് കയറുന്നു. ബ്ലൂ ലോക്കിന്റെ ഹോം മാച്ച് ആണെങ്കിലും അവിടെ മുഴുവനും ജപ്പാൻ ഫാൻസിന്റെ ചാൻഡിങ് ആയിരുന്നു. ഇസഗി ഇതെല്ലാം കണ്ട് വളരെ എക്സൈറ്റഡ് ആകുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും ജപ്പാനിലെ തന്നെ എല്ലാവരും കാണാൻ സാധ്യതയുള്ള ഫുട്ബോൾ മാച്ച്. സ്റ്റേഡിയം മുഴുവനും ജാം പാക്ഡ് ആണ്. ഇതിനെപ്പറ്റി നാറ്റ്സുക്കിക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷേ എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തെന്നാൽ സായി ഇത്തോഷി ഈ മാച്ച് കളിക്കുന്നതിനാൽ ഈ ലോകം മുഴുവനും ഈ മാച്ച് കാണുകയാവും. ഞാനും അതിനോട് യോജിക്കുന്നു. ഇതാണ് കളിക്കായി 2 ടീമും തയ്യാറാക്കിയ ഫോർമേഷൻസ്. എല്ലാ കണ്ണുകളും സായിയുടെ മേലാണ് നിൽക്കുന്നത്. ഇനി കിക്ക് ഓഫ് സ്റ്റാർട്ടാവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ ഇസഗി താൻ ഇതുപോലൊരു ക്രൗഡുള്ള സ്റ്റേഡിയത്തിൽ കളിക്കാനായി നിൽക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നും പക്ഷെ അതൊന്നും തൻ്റെ കളിയിൽ ബാധിക്കാതെ വളരെ കോൺസെൻട്രേറ്റഡ് ആയി താൻ കളിക്കുമെന്നും വിശ്വസിച്ചിരുന്ന ഇസഗിയെ തട്ടിക്കൊണ്ട് റീൻ ഇപ്പോഴേ നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇസഗി ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഉഷാറായത്. അങ്ങനെ മാച്ച് സ്റ്റാർട്ടാവുന്നു. റിൻ ഇസഗിക്ക് പാസ് നൽകിക്കൊണ്ട് മുന്നേറുന്നു. തങ്ങളുടെ മെയിൻ അറ്റാക്കേഴ്സ് ഞാനും റിന്നും നാഗിയുമാണ്. നമ്മൾ 3 പേരും ചേർന്നാണ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഇസഗി പറയുന്നു. അതേസമയം തന്നെ പാസ് ലീഗോ അവരോട് പൊസിഷൻ ചേഞ്ചിങ്ങിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഇത്തോഷി റിന്നിൻ്റെ ടീം 4-5-1 എന്ന ഡിഫൻസീവ് ഫോർമേഷനിലാണ്. അതുപോലെ നമ്മൾ അറ്റാക്ക് നടത്തുമ്പോൾ കീ പ്ലെയറായ കറസു തബിത്തോ പുറകിലേക്ക് ഇറങ്ങി
2 സെന്റർ ബാക്കുമായി ചേർന്ന് ഒരു 3-man ഡിഫൻസീവ് യൂണിറ്റ് ഫോം ചെയ്യണം. ശേഷം ഫുൾ ബാക്ക് മുന്നിലേക്ക് കയറി മിഡ്ഫീൽഡിൽ അധികം പ്ലേയേഴ്സ് ഉള്ള 3-6-1 എന്ന നൈട്രോ ഫോർമേഷൻ ഉണ്ടാക്കണം. ഇത് ഗോൾ അടിക്കാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ്. അതേസമയം പ്രസന്റിൽ ഇസഗി ഇവരുടെ ടീം ഫോം ആവുന്നതിന് മുന്നേയുള്ള ഈ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇസഗി അവൻ്റെ മോൺസ്റ്ററിന് പാസ് നൽകുന്നു. ബാച്ചർക്ക് ആ പാസ് കിട്ടിയതും അവൻ അത് വെച്ച് വളരെ സ്കിൽഫുള്ളായി തന്നെ മുന്നേറുന്നു. പക്ഷേ അവൻ ക്രോസ് നൽകാൻ നോക്കിയപ്പോൾ ആരെയും അവൻ ഫ്രീ ആയിട്ട് കാണുന്നില്ല. പക്ഷേ അവിടെയാണ് ബാച്ചർക്ക് വേണ്ട വിധത്തിൽ തന്നെ പാസ് വാങ്ങുവാനായി അവൻ്റെ പാർട്ണർ ഇസഗി അവിടെ ഫ്രീ ആയി നിൽക്കുന്നു. അങ്ങനെ അതൊരു ഗോൾ അടിക്കാനുള്ള ഗ്രേറ്റ് ചാൻസ് ആണെന്ന് മനസ്സിലാക്കി ഇസഗി ബോൾ റിസീവ് ചെയ്യാനായി എത്തിയെങ്കിലും പാമ്പിനെ പോലെ അവനെ ചുറ്റിയിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, ഒലിവർ ഐക്യു. ആർക്കും ആ ബോൾ കിട്ടില്ല എന്ന് വിചാരിച്ചെങ്കിലും അയാൾ കൃത്യമായി ഹെഡ് ചെയ്ത് അതൊരു ഔട്ടാക്കി മാറ്റുന്നു. അങ്ങനെ തൻ്റെ ഈ നീക്കത്തെ വെറും സ്പ്ലിറ്റ് സെക്കൻഡിൽ മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്യുന്നത് കണ്ട ഇസഗി ഇയാൾക്കും ഒരു റിഫ്ലക്സീവ് എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇയാൾ ജപ്പാൻ അണ്ടർ-20 ക്യാപ്റ്റനും കീ ഡിഫൻഡറുമായത്. അപ്പോഴേക്കും മൈക്ക് ഇസഗിയോട് പറയുന്നു, നിനക്കൊരു കാര്യം അറിയുമോ നമ്പർ 11? ആളുകൾ ഫുട്ബോളിലെ സ്ട്രൈക്കേഴ്സിനെ കള്ളന്മാരായിട്ടും ഡിഫൻസേഴ്സിനെ പോലീസുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പെട്രോളിലായിരിക്കുമ്പോൾ നീയൊന്നും ഒരു ഗോൾ പോലും അടിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും അവിടെ നിറച്ച മൈക്കുവിൻ്റെ ചാൻഡിങ്ങുകൾ മുഴങ്ങുന്നു. ഇത് കണ്ട ഇസഗി ഞങ്ങൾ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നടത്തിയ മൂവ് ഒരൊറ്റ സെക്കൻഡിൽ കണ്ട് അതിനെ ഇയാൾ ക്ലിയർ ചെയ്തു. അപ്പോൾ ശരിക്കും അണ്ടർ-20 ടീം ഒരു വേറെ ലെവൽ ടീം തന്നെയാണ്. പക്ഷേ ഇത് കൊള്ളാം, എനിക്ക് ഇതുപോലെ ഒരാളെയായിരുന്നു വേണ്ടിയിരുന്നത്. ഇയാളായിരിക്കും ചിലപ്പോൾ എൻ്റെ ഫ്ലോയിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന മതിൽ കിട്ടും. അങ്ങനെ മത്സരത്തിൻ്റെ ആവേശത്തിൽ നിന്നുകൊണ്ട് ഇസഗി, ശരി സാറേ, ഇനി ശരിക്കും നമുക്ക് കള്ളനും പോലീസും കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് 6 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ ഉടനെ വരെ വന്നിരിക്കും. ടേക്ക് കെയർ.